സോ വെൽക്കം ബാക്ക്. അപ്പോൾ എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ഒരു ഹാക്കറിന് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കമാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സിസ്റ്റമോ കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് അവിടെ കിട്ടത്തില്ല. അതായത് ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്ന അപ്പോൾ ഇതുപോലത്തെ ഒരു ടെർമിനൽ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടെർമിനലിൽ നിന്ന് വേണം ബാക്കി എക്സസും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ഈ ടെർമിനലിൽ നിന്ന് നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സിസ്റ്റമൊക്കെ ഹാക്ക് ചെയ്യാൻ നേരം അവിടെ നിന്നുള്ള എക്സസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബേസിക് കമാൻഡ്സ് കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കമാൻഡ് എന്ന് പറയുമ്പോൾ PWD എന്ന് വെച്ചാൽ പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. അതിപ്പോൾ PWD ഇതാണ് കമാൻഡ്. അപ്പോൾ PW എന്ന് വെച്ചാൽ പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏത് ഡയറക്ടറിയിലാണോ നിൽക്കുന്നത് അതൊന്ന് പറഞ്ഞു തരും, അത്രേ ഉള്ളൂ. പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി, നമ്മൾ ഏത് ഡയറക്ടറിയിലാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്ന് പറഞ്ഞു തരും. അതാണ് പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. ഇപ്പോൾ ഞാൻ PWD എന്ന് വെച്ചിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ കണ്ട ഹോം നോയ്സി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോയ്സി, ഇപ്പോൾ നിങ്ങളുടെ യൂസറിൻ്റെ പേര് ഇപ്പോൾ ഞാൻ നോയ്സിന്നാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഹോം നോയ്സി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഈ റൂട്ട് ആക്സസ് ആയിരുന്നെങ്കിൽ എന്തോരം നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൂട്ടിലോട്ട് കയറിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പാസ്വേഡ് കൊടുക്കാം. ഇപ്പം ഇവിടെ സെയിം ആ PWD എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കണം. PWD ജസ്റ്റ് ഒന്ന് കൊടുക്കാം. കണ്ട ഇവിടെ റൂട്ട് നടക്കുന്നത്, മറ്റേതിനകത്ത് എന്തോന്നാ ഹോം നോയ്സി എന്നാവുന്നത്. അപ്പോൾ PWD എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത് അതൊന്ന് പറഞ്ഞു തരും, അത്രേ ഉള്ളൂ. അതിനുശേഷം ഇനി അടുത്ത കമാൻഡ് എന്ന് പറയുമ്പോഴേക്കും LS എന്ന് വെച്ചാൽ ലിസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത് ആ ഡയറക്ടറിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് പറയുന്നതാണ് LS എന്ന് വെച്ചാൽ. ഇപ്പോൾ ഇത് ഹോം എന്നുള്ള സ്ഥലത്താണ് കിടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇത്രയും ഡയറക്ടറീസും കാര്യങ്ങളും കിടക്കുന്നത്. ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഗ്രാഫിക്കലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ടെർമിനൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സിസ്റ്റമോ കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലും ഈ ടെർമിനൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാലേ നമുക്ക് ഏതെങ്കിലും സിസ്റ്റം കാര്യങ്ങൾ ഹാക്ക് ചെയ്യാൻ നേരത്ത് കൂടുതൽ എളുപ്പമാകത്തുള്ളൂ. അപ്പോൾ ഇതേ സെയിം കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ തന്നെ ടെർമിനലിൽ കാണിച്ചത്. കണ്ട ഡെസ്ക്ടോപ്പ് ഇവിടെ കിടപ്പുണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഡെസ്ക്ടോപ്പ് കിടപ്പുണ്ട്. ഇവിടെ HS എന്നുള്ള ഫോൾഡർ, ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ കിടപ്പുണ്ട്, HS എന്നുള്ള ഫോൾഡർ കിടപ്പുണ്ട്. അതേപോലെ ഈ ഫോൾഡേഴ്സ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടെർമിനൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത കമാൻഡ് എന്ന് പറയുമ്പോൾ CD എന്ന് വെച്ചാൽ ചേഞ്ച് ഡയറക്ടറി. ഇപ്പോൾ ജസ്റ്റ് CD എന്ന് മാത്രം അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് ചേഞ്ച് ഡയറക്ടറി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് ഡയറക്ടറിലാണ് നിൽക്കുന്നത്, ഹോം ഡയറക്ടറി നമ്മളിനി ഏതിലോട്ട് മാറണമെന്ന്. ഇപ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ടേ മാറാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്താ എനിക്കിത് ഡെസ്ക്ടോപ്പിലോട്ട് പോകണം. അപ്പോൾ അതിനായിട്ട് CD എന്ന് അടിച്ചിട്ട് ഈ ഡെസ്ക്ടോപ്പ് എടുത്ത് ഇവിടെ അടിക്കണം. കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഡയറക്ടറി ചേഞ്ച് ആകത്തില്ല. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്ന് അടിച്ചു അതിനുശേഷം എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ഞാൻ എവിടെ എത്തി, ഡെസ്ക്ടോപ്പിലെത്തി. അതാണ് ഈ CDയുടെ കമാൻഡിൻ്റെ കഴിവ്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലെത്തി. ഇനി നമ്മൾ LS അടിക്കുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇവിടെ ഇതൊക്കെ ട്രാഷൊന്നും കാണിക്കത്തില്ല, കാരണം ട്രാഷ് അല്ലാത്ത ഫോൾഡറാണ്. ഹാക്ക് എന്നുള്ള ഐറ്റം കാണിച്ചാൽ ഹാക്ക് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ pass.txt കിടക്കുന്നു, പിന്നെ വൈഫൈ ഹാക്കിംഗ് കോഡ് കിടക്കുന്നു. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ് ഇവിടെ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പിലല്ലേ, ഇനിയിപ്പോൾ നമ്മൾ ഹോമിലോട്ട് വരണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിച്ച് നോക്കിയാൽ ഈ ടെർമിനൽ ടോട്ടലായിട്ട് അങ്ങ് കട്ടായി പോകും. അപ്പോൾ എക്സിറ്റ് അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വരണം. അപ്പോൾ അതിനായിട്ടുള്ള കമാൻഡാണ് CD. ഇപ്പോൾ നമ്മൾ അടിച്ചില്ല, CD തന്നെയാണ്. ഇപ്പോൾ CD ഹോം അടിച്ചാൽ വരത്തില്ല. അപ്പോൾ അതിന് പകരം 2 ഡോട്ട് കൊടുക്കുക. CD സ്പേസ് ഡോട്ട് ഇങ്ങനെ അടിക്കണം. അതിനുശേഷം എൻ്റർ കൊടുത്താൽ കണ്ട ഇവിടുത്തെ ഡെസ്ക്ടോപ്പ് പോയി. ഇവിടെ ഡെസ്ക്ടോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ PWD അടിച്ച് നോക്കിയാൽ മനസ്സിലാവും, തിരിച്ച് ഹോം നോയ്സിൽ വന്നു. അതിനുശേഷം ഇപ്പോൾ CD ഡെസ്ക്ടോപ്പിൽ നിന്ന് അടിച്ചെന്ന് ചോദിച്ചോ. അതിനുശേഷം PWD കൊടുത്ത് നോക്കിയാൽ ഹോം നോയ്സി ഡെസ്ക്ടോപ്പ്, അതായത് ഹോമിൽ നോയ്സിയിൽ ഡെസ്ക്ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇനി CD സ്പേസ് ഡോട്ട് അതായത് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോവുക. എന്നിട്ട് അടിച്ചിട്ട് PWD അടിച്ച് നോക്കിയാൽ കണ്ടാ ഹോം നോയ്സി, കാരണം ഡെസ്ക്ടോപ്പിലില്ല. അപ്പോൾ നമ്മളിപ്പോൾ നോയ്സിയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം LS അടിച്ച് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഡെസ്ക്ടോപ്സും HS
എല്ലാ ഫോൾഡേഴ്സും കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സി ഡി ഡോട്ട് ഇത് നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വരുന്നത്. ഇനി നമുക്ക് ഫോൾഡർ ക്രിയേഷനും ബാക്കിയുള്ള കാര്യങ്ങളും പഠിക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഞാനൊന്ന് ഡെസ്ക്ടോപ്പിലോട്ട് ചേഞ്ച് ഡയറക്ടറിയാണ്. ഡെസ്ക്ടോപ്പിലോട്ട് പോയി. ഇപ്പോൾ ഞാനിപ്പോൾ എവിടെ ഉള്ളത്? ഡെസ്ക്ടോപ്പിലാണുള്ളത്. അതിനിപ്പോൾ ലെല്ലസ് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഹാക്ക് pass.txt wifi.hacking.code. ഇനി എനിക്ക് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള കമാൻഡ് എന്ന് വെച്ചാൽ mkdir എന്ന് വെച്ചാൽ മേക്ക് ഡയറക്ടറി. ഇതിൻ്റെ കമാൻഡ് പേരാണ് മേക്ക് ഡയറക്ടറി. MAKEDIRE മേക്ക് ഡയറക്ടറി. അത് തന്നെ സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോൾ രണ്ട് ഇതല്ലേ കിടക്കുന്നത്. ഇതൊരു ഡയറക്ടറിയാണ്, ഇതൊരു ടെക്സ്റ്റ് ഫയലാണ്. അതായത് ഒരു നോട്ട് പാഡിൻ്റെ ഒരു ടെക്സ്റ്റ് ഫയലും ഇതൊരു ഫോൾഡറും. ഇതൊരു ഡയറക്ടറി, ഇതൊരു ഫോൾഡർ. ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഫോൾഡറാണ്. അപ്പോൾ അതിനായിട്ട് mkdir എന്നുള്ളൊരു mkdir എന്നുള്ളൊരു കമാൻഡ് അടിച്ചതിന് ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമുക്ക് ഏത് ഫോൾഡറാണ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് നോയ്സി എന്നടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും പറയട്ടെ, നോയ്സി AD എന്നടിച്ചു. അതിനുശേഷം ഒന്ന് എൻ്റർ അടിച്ചാൽ കണ്ട നോയ്സി AD എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത്. അത് എവിടെ ക്രിയേറ്റ് ചെയ്തത്? ഡെസ്ക്ടോപ്പിലാണ്. അതിനുശേഷം ഒന്ന് എല്ലാം അടിച്ച് നോക്കിയാൽ ഇത് ഈ മൂന്നെണ്ണത്തിൻ്റെ കൂടെ നോയ്സി AD എന്നുള്ളൊരു ഫോൾഡറും കൂടെ കാണിച്ചു. ഇങ്ങനെയാണ് ഒരു ഡയറക്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി ഈ ഫോൾഡർ നമ്മൾ റിമൂവ് ചെയ്യണം. അതായത് ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ട് ഡിലീറ്റ് ചെയ്യേക്കാം. പക്ഷേ നമ്മളെ ഫുള്ള് ടെർമിനലിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിയർ അതിനുശേഷം ഇത് നമുക്ക് ഈ ടെർമിനൽ കൊണ്ട് തന്നെ അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള കമാൻഡാണ് rm സ്പേസ് ഉണ്ട് RMDIR, അതായത് റിമൂവ് ഡയറക്ടറി. അതിനുശേഷം ഒരു ചെറിയ സ്പേസ് ഇട്ടതിന് ശേഷം ഏത് ഫോൾഡറാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അത് അടിച്ചു കൊടുക്കാം. NOISYAD, അതായത് നോയ്സി AD. നമുക്ക് ഏത് ഫോൾഡറാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഫോൾഡർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ അതില്ല, ഡിലീറ്റ് ആയി വേണം. നമുക്ക് ജസ്റ്റ് ഒന്ന് LS അടിച്ച് നോക്കാം. അവിടെ ഉണ്ടോ നോക്കാമല്ലോ. LS കണ്ടോ? അതവിടെ ഇല്ല, അതവിടെ നിന്ന് പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള എൻ്റെ കമാൻഡ് mkdir, അതായത് മേക്ക് ഡയറക്ടറി mkdir. പിന്നെ അത് ഡിലീറ്റ് ചെയ്യാനുള്ളത് RMDIR, അതായത് റിമൂവ് ഡയറക്ടറി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് ഫയൽ, ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഫോൾഡറല്ലേ ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ടെക്സ്റ്റ് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് രണ്ട് കമാൻഡ് ഉണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഒരെണ്ണം കാണിച്ചു തരാം. TOUCH ടച്ച് എന്ന് പറഞ്ഞാൽ തൊടുക. ടച്ച് നമുക്ക് ഏത് ഇതാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് hack.txt എന്നടിച്ച് hack.txt. അതിനുശേഷം ഒന്ന് എൻ്റർ കൊടുക്കുക. ഇവിടെ ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും കാണത്തില്ല. നമ്മളിപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അല്ലാതെ ഒന്ന് എടുത്ത് കാണിച്ചു തരുമോ. അല്ലാതൊന്നും ഇല്ലാത്തത് അതിൻ്റെ പിന്നെ അകത്തൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എഴുതാം. അത് എഴുതുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ടെർമിനലിൽ നിന്ന് തന്നെ നോക്കണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ. അപ്പോൾ അതിനുള്ള കമാൻഡാണ് CAT എന്ന് വെച്ചാൽ അതൊന്ന് വായിക്കുക. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തരിക. അതാണ് CAT സ്പേസ്. പിന്നെ നമുക്ക് ഏത് ഫോൾഡറാണ് നമുക്ക് വായിച്ചു തരേണ്ടത് അതും കൂടെ CHACK.txt. അതായത് ഈ ഫോൾഡർ കറക്റ്റായിട്ട് കാണിക്കുന്നു. സോറി, ഫോൾഡർ K ഉണ്ട്. ഈ ഫോൾഡറിൻ്റെ പേര് അങ്ങ് കൊടുക്കുക. അതിനുശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇല്ലാത്തതുണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും വന്നേനെ. ഇനി നമുക്ക് അതിനകത്ത് എന്തെങ്കിലും എഴുതി ചേർക്കണം. അപ്പോൾ അതിനായിട്ടുള്ള കമാൻഡാണ് CAT സ്പേസ്. പിന്നെ ഈ സാധനം, അതായത് ഇങ്ങോട്ടേക്ക് തുറന്നിരിക്കുന്ന പറ്റും. അതിനുശേഷം ഏത് ഫോൾഡറിലാണ് ഏത് ടെക്സ്റ്റ് ഫയലിലാണ് നമുക്ക് എഴുതേണ്ടത് അതിൻ്റെ പേര്. അതിനുശേഷം ഒന്ന് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ടാൽ വിചാരിക്കും ഇപ്പോൾ ഹാങ്ങായി നിൽക്കുവാണ്, ലാഗായി നിൽക്കുമെന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ നമ്മൾ എന്തെഴുതുന്നു അതായിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് LS അടിച്ചു. പിന്നെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി. നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി. അപ്പോൾ നമ്മൾ എപ്പോൾ എഴുതി തീരുന്നോ അപ്പോൾ ജസ്റ്റ് ഒന്ന് Ctrl+C നിൽക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്യാറ്റ് ചെയ്ത് നോക്കാം. അതായത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇപ്പോൾ എഴുതി കിടപ്പുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ക്യാറ്റ് ചെയ്ത് നോക്കാം. ക്യാറ്റ്. പിന്നെ ഈ സാധനം ഇട്ടരുത്. ഈ സാധനം ഇട്ടാൽ പിന്നെയും എഴുതുന്നതിൻ്റെ ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതൊന്ന് മാറ്റിയതിന് ശേഷം ക്യാറ്റ്, അതിനുശേഷം ഏത് ടെക്സ്റ്റാണ് നമുക്ക് വായിക്കേണ്ടത് അത് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. കണ്ടോ? പിന്നെ അകത്ത് എന്തൊക്കെ ഉണ്ടോ LS ഉണ്ട്. പിന്നെ ഈ രണ്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ കൊടുത്താൽ
വേണം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നോക്കാം ഇതിനകത്ത് ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടോ. നമ്മളിത് ജസ്റ്റ് ഓപ്പൺ പോലും ചെയ്യാതെ തന്നെ ടെർമിനൽ കൊണ്ടാണ് ഇപ്പോൾ ഇത്ര എഴുതിയത്. അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു ടെക്സ്റ്റിൻ്റെ അത് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ടെക്സ്റ്റ് ഫയൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെ എഴുതുന്നതെന്ന് പഠിച്ചു. ഇനി ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് സിമ്പിളാണ്, എല്ലാം സിമ്പിളാണ്. ജസ്റ്റ് നോക്കുന്നത് വെച്ചാൽ RM മറ്റേതുപോലെ തന്നെ റിമൂവ് ഡയറക്ടറി പോലെ തന്നെ RM ഏതാണ് റിമൂവ് ചെയ്യേണ്ടത്, RM സ്പേസ് ഏതാണ് റിമൂവ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് hack.txt. ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കുക കണ്ടോ. അപ്പോൾ അതങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ സെർച്ച് ചെയ്യാം. അതിൽ സെർച്ച് നോക്കുമ്പോൾ ഈ ഹാക്ക് ഉണ്ട്, പിന്നെ plzz.txt ഉണ്ട്, പിന്നെ വൈഫൈ കോഡ് ഇതുണ്ട് കണ്ടോ. ഇപ്പോൾ ഡയറക്ടറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു, പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, പിന്നെ ഒരു ടെക്സ്റ്റ് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതിനകത്ത് എഴുതുന്നത് എങ്ങനെയാണ്, പിന്നെ അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം പഠിച്ച PWDയും പിന്നെ LS എന്ന് വെച്ചാൽ ലിസ്റ്റ്, ഇത് രണ്ടും കൂടെ. അപ്പോൾ രണ്ട് കമാൻഡ് എങ്ങനെ ഒരുമിച്ച് ഒറ്റയടിക്ക് ചെയ്യാമെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് PWD സ്പേസ് പിന്നെ ഒരു കുത്തും കോമയും, അത് തന്നെ കുത്തും കോമയും, പിന്നെ ഒരു സ്പേസും, പിന്നെ നമ്മൾ LS ഇടുക. അതായത് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആദ്യം PWD എന്താണെന്ന് പറയണം, അതിന് ശേഷം പറയേണ്ടതെന്ന് വെച്ചാൽ LS. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഈ ടെർമിനലിനോട് പറഞ്ഞു കൊടുക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചാൽ കാണാം. ആദ്യം അവർ പറഞ്ഞുകൊണ്ട് PWD, അതായത് നമ്മളിപ്പോൾ എവിടെയാണ്, ഹോം നോയ്സി ഡെസ്ക്ടോപ്പിലാണ് നമ്മളുള്ളത്. അതിനുശേഷം അവർ LSൻ്റെ കമാൻഡിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. അത് ഹാക്ക് plzz.txt വൈഫൈ ഹാക്കിംഗ് കോഡ് അല്ല. ഇതിപ്പോൾ രണ്ടും കൂടെ ഒറ്റ ഒരു കമാൻഡ് ലൈനിൽ വന്നു. ഇങ്ങനെയാണ് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് അടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോൾഡറും ക്രിയേറ്റ് ചെയ്യണം, അതിനുശേഷം PWDയും ചെയ്യണം. അപ്പോൾ അതിനായിട്ട് PWD സ്പേസ് പിന്നെ ഈ കുത്തുകോമയും, പിന്നെ നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് mkdir ഹാക്സ് എസ്സും കൂടെ ചേർത്ത്, കാരണം ഇവിടെ ഒരു ഹാക്ക് ഉണ്ട്, പിന്നെ ഹാക്ക് ചെയ്താൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ള ജസ്റ്റ് ഹാക്സ് പക്ഷെ എന്നിട്ട് അടിച്ച് കണ്ട. ആദ്യമേ ഒരു PWD പറഞ്ഞു, അതായത് ഹോം നോയ്സി ഡെസ്ക്ടോപ്പിലാണ് ഉള്ളത്. പിന്നെ കണ്ട നമുക്ക് വേണ്ടി ഇവിടെ ഒരു ഡയറക്ടറിയും ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് കമൻറ്റ് ഇപ്പോൾ അതായത് LS സ്പേസ് പിന്നെ ഡോട്ടും പിന്നെ ഒരു കോമയും, അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് RMDIR അതായത് റിമൂവ് ഡയറക്ടറി സ്പേസ് പിന്നെ ഏത് ഡയറക്ടറിയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് ഹാക്സ്. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു കണ്ട. ആദ്യമേ LS പറഞ്ഞു, അതായത് ഇത് എന്തൊക്കെ ഉണ്ടെന്ന് ഹാക്സ് പിന്നെ ഇത് രണ്ടെണ്ണം, അതിനുശേഷം ഇത് റിമൂവ് ചെയ്യും. ഇനി നമ്മൾ നല്ല സെർച്ച് കണ്ട, ഹാക്കില്ല, മറ്റേ ഹാക്സ് എന്നുള്ളത് പോയി, കാരണം ഹാക്കും ഇത് മൂന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ രണ്ട് കമാൻഡ് ഒരുമിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് CD അതായത് ചേഞ്ച് ഡയറക്ടറിയും പിന്നെ LS ലിസ്റ്റും, അത് രണ്ടും ഒരുമിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ജസ്റ്റ് ഈ കുത്തുകോമയല്ല, ഇനി നമുക്ക് വേറെ ഒരു കോഡും കൂടെ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളത്, ജസ്റ്റ് ഞാൻ ഒന്ന് ബാക്ക് ഇറങ്ങട്ടെ. LS അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് PWD അടിച്ച് കാണിച്ചാൽ ഹോം നോയ്സിലാണുള്ളത്. ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയി. ഇനി നമുക്ക് പോകേണ്ടത് ഡെസ്ക്ടോപ്പിലോട്ടാണ്, അതായത് CD ഡെസ്ക്ടോപ്പിലോട്ട് പോയത് മാത്രമല്ല, അതിനുശേഷം നമുക്കിനി ഒരു LSും കൂടെ വേണം. അതായത് ആദ്യം ഡെസ്ക്ടോപ്പിലോട്ട് പോയിട്ട് ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് LS ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ കുത്തുകോമ അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ആൻഡ് അടിച്ചാൽ പോരാ, രണ്ട് ആൻഡ് അടിക്കണം. അതിനുശേഷം ഒന്ന് എൻ്റർ അടിക്കുക. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കിടന്നു, ഡെസ്ക്ടോപ്പിലോട്ട് ചേഞ്ച് ഡയറക്ടറി ആയി, അതായത് ഫസ്റ്റ് ഡെസ്ക്ടോപ്പിലോട്ടാണ് പോയി. അതിനുശേഷം ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് LS ചെയ്തത്. നമുക്കിപ്പോൾ ഈ LS എടുത്ത് ആദ്യം ഇട്ട്, അതായത് ഒന്ന് ബാക്ക് അടിക്കുക, അതായത് ഇപ്പോൾ ഹോമിലോട്ട് പോവുക. ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തു. ഇപ്പോൾ നമ്മൾ LS സ്പേസ് ആൻഡ് അടിച്ചതിന് ശേഷമാണ് ഡെസ്ക്ടോപ്പിലോട്ട് മാറിയതെന്നുണ്ടെങ്കിൽ ആദ്യമേ ഹോമിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കത്തുള്ളൂ, അതിന് ശേഷമാണ് ഡെസ്ക്ടോപ്പിലോട്ട് മാറുന്നത്. ഡെസ്ക്ടോപ്പ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചാൽ കണ്ടോ, ആദ്യമേ ഹോമിൽ എന്തൊക്കെ ഉണ്ടെന്ന് LS അടിക്കും, കാരണം ആദ്യമേ LSൻ്റെ റിസൾട്ട് ആയിരിക്കും വരുന്നത്, അതിന് ശേഷമേ CD ഡെസ്ക്ടോപ്പിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് കമാൻഡ് ഒരുമിച്ചടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടെർമിനലിൽ കമാൻഡ്സ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വന്നിട്ട് തറവാക്കിയാൽ മതി, നമ്മൾ ഏതെങ്കിലും സിസ്റ്റം കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ
കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.